വീക്കെൻഡൊക്കെ വന്നിരിക്കുകയല്ലേ, അതിൻ്റെ കൂടെ വിഷുവിന് എല്ലാവരും നാട്ടിലൊക്കെ പോയി വിഷുക്കണി വിഷു കൈനീട്ടമൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലായിരിക്കും അറിയാം. പക്ഷേ ഈ നാട്ടിൽ പോകാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടാവുമല്ലോ. അതിനിപ്പോൾ പുറത്തായിരിക്കണം എന്നില്ല, നമ്മൾ ഇവിടെ ഈട്ടാവട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ പോകാൻ പറ്റാതെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ ഈ 2 ദിവസം സൺഡേ ആൻഡ് മൺഡേ വിഷു 2 ദിവസം എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുകയാണെങ്കിൽ തിയേറ്ററിൽ കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്. എന്നാൽ തിയേറ്ററിലും പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണാൻ പറ്റിയ ഒരു 3 സിനിമകളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും കരയാനും ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരല്ലേ. അങ്ങനെയുള്ള 3 സിനിമകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലൊരു വിഷമമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് കരഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ മാറും. പക്ഷെ കരയാൻ പറ്റുന്നില്ല, കരയാൻ ഒരു റീസൺ കിട്ടുന്നില്ല. അങ്ങനെയുള്ളവർക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സിനിമയായിരിക്കും 2016 ഇറങ്ങിയ മാഞ്ചസ്റ്റർ ബൈ ദി സീ. ഒന്ന് കരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ കരച്ചിൽ നിർത്തണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത്തരത്തിലൊരു സിനിമയായിരിക്കും മാഞ്ചസ്റ്റർ ബൈ ദി സീ. ഇനി നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ചിരിക്കണോ, ഒന്നിനെ പറ്റിയും നമ്മൾ ടെൻഷൻ ആവാതെ സ്ട്രെസ്ഡ് ആവാതെ ഒന്നും ആലോചിക്കാതെ ഫുള്ളി കുറച്ച് നേരം സിനിമയിൽ മാത്രം ഇൻവോൾവ് ആയിട്ട് മനസ്സ് തുറന്ന് ചിരിക്കണം എന്നുണ്ടെങ്കിൽ 2009 ഇറങ്ങിയ ദി ഹാങ് ഓവർ എന്ന് പറഞ്ഞ സിനിമ ഒന്ന് കണ്ടാൽ മതി. ഇനി നിങ്ങൾക്ക് ചിന്തിച്ചു കൂട്ടണോ, എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നൊക്കെ മൈൻഡിലിട്ട് കുറച്ച് മിക്സപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ 2009 റിലീസായ മിസ്റ്റർ നോബഡി എന്ന സിനിമയൊന്ന് കണ്ടാൽ മതിയായിരിക്കും. അപ്പോൾ ഈ ആഴ്ച കാണാനുള്ള 3 സിനിമകളായല്ലോ, മാഞ്ചസ്റ്റർ ബൈ ദി സീ, മിസ്റ്റർ നോബഡി ആൻഡ് ദി ഹാങ് ഓവർ. അപ്പോൾ ചിരിക്കാനും ചിന്തിപ്പിക്കാനും കരയാനുമുള്ള സിനിമകളായിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഏതാ വേണ്ടത് എന്ന് ചൂസ് ചെയ്ത് നിങ്ങൾ പോയി കാണുക. ആൻഡ് അഡ്വാൻസ് ഹാപ്പി വിഷു എല്ലാവർക്കും.